അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് വബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഫെബ്രുവരി മാസം 27-ാം തീയതി ഫി യൂസുഫ വ ഇഖ്വത്തിഹി ആയാത്ത് എന്ന ശീർഷകത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രവും സൂറത്ത് യൂസുഫും നൽകുന്ന പാഠങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ വിശകലനം ചെയ്യുകയാണ് UAE ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നാം നിലകൊള്ളുന്ന പരിശുദ്ധ മാസം തഖ്വയുടെയും നന്മയുടെയും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുന്നതിൻ്റെയും മാസമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായും ഏതൊരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നുവോ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രതിഫലവും അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ റമദാനിൽ ഇന്നു നാം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ഒരധ്യായത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അതിമനോഹരമായ ഒരു കഥയാണതെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. സുവ്യക്തമായ ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത്. നാം ഇതിനെ അറബി ഭാഷയിൽ വായനയ്ക്കുള്ള പുസ്തകമായി അവതരിപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങൾ നന്നായി ചിന്തിച്ചു മനസ്സിലാക്കുവാനാണ്. താങ്കൾക്കു നാം ഒരു നല്ല ചരിത്ര കഥ വിവരിച്ചു തരികയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഏറ്റവും സുന്ദരമായ കഥയായത് അതിൻ്റെ ആശയ ഗാംഭീര്യം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വിധിയുടെയും ഖദറിൻ്റെയും അത്ഭുതകരമായ പല തലങ്ങൾ അതിൽ കടന്നു വരുന്നതുകൊണ്ടാണ്. ഒരിക്കൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തു. അർത്ഥഗർഭമായ ആ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കെ പള്ളിയിലെ ഏറ്റവും അവസാനത്തെ സൊഫിൽ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തേങ്ങൽ കേൾക്കാമായിരുന്നു എന്നു ചരിത്രം പറയുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹ് നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് പാരായണം ആരംഭിച്ചു. പാരായണം പൂർത്തിയാക്കാനാവാതെ അദ്ദേഹം റുക്കൂഇലേക്ക് പോവേണ്ടി വന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായ ഒരു സ്വപ്ന ദർശനത്തെക്കുറിച്ചുള്ള വിവരണത്തിലൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. തനിക്കേറെ പ്രിയങ്കരനും കരുണാവാരിധിയുമായ തൻ്റെ പിതാവിനോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. പ്രിയപ്പെട്ട പിതാവേ, 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അവകൾ എനിക്കു സാഷ്ടാംഗം നമിക്കുന്നതായി, സുജൂദ് ചെയ്യുന്നതായി ഞാൻ കാണുകയുണ്ടായി. യുക്തിമതിയും ഗുണകാംക്ഷിയുമായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസൂയയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച്, പിശാചിൻ്റെ പിടിമുറുക്കങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരായിരുന്നു. അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദൂ ലക കൈദാ ഇന്നശ് ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. മോനെ, നീ ഈ സ്വപ്നത്തെക്കുറിച്ച് ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് പറയരുത്. അവർ നിനക്കെതിരെ ഗൂഢതന്ത്രം പ്രയോഗിച്ചേക്കും. പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശങ്കപ്പെട്ട കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം
ആ പിശാചു തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സഹോദരങ്ങളുടെയും ഇടയിൽ ശാസ്ത്രവത്തിന് കാരണമായി മാറിയത്. സഹോദരന്മാർക്കുണ്ടായ പകയും വെറുപ്പുമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുവാൻ അവരെ പ്രചോദിപ്പിച്ചത്. ഖുർആൻ തന്നെ പറയുന്നു, ഇദ് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബഹ്. നമ്മൾ സഹോദരങ്ങൾ വലിയ ഒരു സംഘമായിരുന്നിട്ടുകൂടി നമ്മുടെ പിതാവിന് യൂസുഫും അവൻ്റെ സഹോദരനുമാണ് ഏറെ പ്രിയപ്പെട്ടവർ. മാത്രമല്ല അവരിങ്ങനെ വരെ ഗൂഢാലോചന നടത്തി, ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ ഉഖ്തുലൂ യൂസുഫ അവിത്റഹൂഹു അർള യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി തള്ളുക. അതോടെ പിതാവിൻ്റെ അടുപ്പം നിങ്ങൾക്കു മാത്രമായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നന്നാവുകയും ചെയ്യാമല്ലോ. സഹോദരങ്ങളെ, അസൂയ അതിഭയാനകമാണ്. ആ അസൂയ കൊണ്ടാണ് അവർ ചെയ്യുന്ന നീചമായ കൃത്യത്തെ പിശാച് അവർക്കു മനോഹരമായി അവതരിപ്പിച്ചത്. തങ്ങളുടെ സ്വന്തം പിതാവിന് നന്മ ചെയ്യുകയും തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവനും മാതാവ് മരണപ്പെട്ടു പോയവനുമായ യൂസുഫിനോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതിന് അവർക്കു തടസ്സമായതും അസൂയ തന്നെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യം പൂർണ്ണമായി നൽകിയിരിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം. താങ്കളുടെ രക്ഷിതാവ് എല്ലാം അറിയുന്നവനും യുക്തിമതിയുമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നാം തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുക, സ്നേഹം സജീവമാക്കുക. എന്തെങ്കിലും കേവലമായ ഭൗതിക താൽപ്പര്യങ്ങൾക്കു വേണ്ടിയോ ഒട്ടും പ്രസക്തമല്ലാത്ത മോഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ വേണ്ടിയോ നാം നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരുമായി കലഹിക്കുകയോ ശണ്ട കൂടുകയോ ചെയ്യരുത്. നാം തമ്മിലുള്ള കലഹങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും വേദനിക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണോ? തൻ്റെ മക്കൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയ അവസ്ഥാവിശേഷങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദന കൊണ്ടു പിളർന്നുപോയി. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കളീം. ദുഃഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളും വെളുത്തു വിളറി കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം അതീവ ദുഃഖിതനായി. എത്രത്തോളമെന്നാൽ ചുറ്റുപാടുമുള്ളവരും സഹോദരങ്ങളും യാക്കൂബ് നബിയോട് ഇങ്ങനെ പറഞ്ഞു, ഖാലൂ തല്ലാഹി തദ്കുറു യൂസുഫ് ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ ഖാല ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അവർ പറഞ്ഞു, അല്ലാഹു സത്യം, താങ്കൾ യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. പറ്റേ അവശനാവുകയോ അല്ലെങ്കിൽ താങ്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അവരോട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ വേദനയെയും ദുഃഖത്തെയും സംബന്ധിച്ച് ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ആവലാതിപ്പെടുന്നത്. നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിൽ നിന്ന് എനിക്കറിയാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ വാക്കുകളിൽ അദ്ദേഹത്തിന് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രകടരൂപമുണ്ട്. തൻ്റെ നഷ്ടപ്പെട്ടു പോയ മക്കളെ വിശ്വാസം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ, അവൻ പരമ കരുണാമയനാകുന്നു. അചഞ്ചലമായ ഈ വിശ്വാസം കൊണ്ട് അള്ളാഹു യാക്കൂബ് നബിയുടെ മക്കളെ സംരക്ഷിച്ചു. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, വല്ലാഹു അസ്സ വജല്ല ഇദസ്തൂദിഅ ശൈഅൻ ഹഫിള. അള്ളാഹുവിലാണ് ഒരാൾ തൻ്റെ കാര്യങ്ങളെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നതെങ്കിൽ അവയെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
മുറുകെ പിടിച്ചത് അള്ളാഹുവിൻ്റെ പാശമാണ്. പ്രതീക്ഷയും ക്ഷമയുമാണ് അദ്ദേഹം കൈമുതലാക്കിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫസബുറുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. അതുകൊണ്ട് ഞാൻ നന്നായി ക്ഷമിക്കാൻ തീരുമാനിക്കുന്നു. ഒരു പക്ഷേ അള്ളാഹു അവരെല്ലാവരെയും എൻ്റെ അടുക്കലെത്തിച്ചേക്കാം. മക്കളെ ശിക്ഷണം ചെയ്യുന്നിടത്ത് നാം ക്ഷമയോടെ നിലകൊള്ളുക എന്നതാണ് മക്കൾ നേർവഴിയിലാകുന്നതിൻ്റെ രഹസ്യമെന്ന് ഈ സംഭവത്തിലൂടെ യാക്കൂബ് നബി നമ്മെ പഠിപ്പിക്കുകയാണ്. മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിൽ നിന്നു നല്ലതു പ്രതീക്ഷിക്കലാണ് അവർ നന്നായി വരുവാനുള്ള മാർഗമെന്നും നാം മനസ്സിലാക്കുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ വേർപാട് സഹനത്തോടെ ക്ഷമിച്ചു നിലകൊണ്ടത് 40 വർഷമാണ്. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ സ്വബറ ഫകാന ഖൈറൻ ലഹു. അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു. ആ ക്ഷമ അദ്ദേഹത്തിന് ഗുണകരമാവുകയും ചെയ്തു. ക്ഷമ കൈക്കൊണ്ട ആ വർഷങ്ങൾക്കു ശേഷം ധാരാളം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. കാരണം വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു തൻ്റെ തീരുമാനം കൃത്യമായി നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ, സൂറത്ത് യൂസുഫ് ധാരാളം ഗുണപാഠങ്ങളും തത്വജ്ഞാനവും ഒരുമിച്ച് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുകയും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യും. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്ത് യൂസുഫ് ദുഃഖിതനായ ഒരാൾ കേൾക്കുന്നുവെങ്കിൽ അവൻ്റെ ഹൃദയം അറിയാതെ ആശ്വാസം കൈവരിക്കും. സൂറത്ത് യൂസുഫ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ മൊട്ടുകൾ നിറക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാവരുതേ എന്ന് സൂറത്ത് യൂസുഫ് നമ്മോട് പറയുന്നു. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന അസ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സൂറത്ത് യൂസുഫ് അവസാന ഭാഗത്ത് അവരൊരുമിച്ചതിൻ്റെ കഥയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പോലും നിരാശനായില്ലെന്നു മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് സൂറത്ത് യൂസുഫ് തന്നെ പറയുന്നു, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെല്ലാം പിതാവിനോടൊപ്പം സ്നേഹത്തോടെ ഒരുമിച്ചുകൂടി. സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് ചോദിച്ചത്, താങ്കൾ തന്നെയാണോ യൂസുഫ്? യൂസുഫ് നബി പറഞ്ഞു, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതെൻ്റെ സഹോദരനുമാണ്. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. അതേ സമയത്തു തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുവിശേഷകനും വന്നു ചേർന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണിനു കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. എല്ലാം നിയന്ത്രിക്കുന്ന രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്! വിയോഗത്തിനു ശേഷം തൻ്റെ മക്കളെ ഒരുമിച്ചു കൂട്ടുകയും ദുഃഖത്തിനു പകരം സന്തോഷം നൽകുകയും ചെയ്ത അള്ളാഹുവാണ് ആ നിയന്ത്രകൻ. പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി. സഹോദരങ്ങൾ അദ്ദേഹത്തിനു മുന്നിൽ പ്രണാമമർപ്പിച്ചു. അങ്ങനെയിരിക്കെ യൂസുഫ് നബി പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ പണ്ടു കണ്ട ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത്. എൻ്റെ രക്ഷിതാവായ അള്ളാഹു അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. നാം എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അള്ളാഹുവിൽ നിന്നുള്ള സഹായം സമീപത്തു തന്നെയുണ്ട്. നമ്മുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും ഇടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉടലെടുത്താലും അവസാനം നാം പറയേണ്ടത് യൂസുഫ് പറഞ്ഞതുപോലെ, ഇന്നു നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാരവുമില്ല. മാന്യന്മാരുടെയും ഉയർന്ന ചിന്താഗതിയുള്ളവരുടെയും നിലപാട് എപ്പോഴും ഇങ്ങനെയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തിൻ്റെ യൂസുഫാൻ, പാതിവൃത്യത്തിൻ്റെ യൂസുഫാൻ, യുക്തിമതിത്വത്തിൻ്റെ യൂസുഫാൻ, നല്ല നിയന്ത്രണത്തിൻ്റെ യൂസുഫാൻ, വിട്ടുവീഴ്ചയുടെ യൂസുഫാൻ. അതുകൊണ്ട് നാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുക, ആ അധ്യായം
പാരായണം ചെയ്യുക. ഖുർആനിനോടുള്ള ഇഷ്ടം നമ്മുടെ മക്കളിൽ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ അവർ നല്ല മനുഷ്യരായി നല്ല സ്ഥാനമുള്ളവരായി വളർന്നു വരട്ടെ. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നു പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യം വിശുദ്ധ ഖുർആൻ പഠനങ്ങൾക്ക്, ഖുർആൻ പഠനവും പാരായണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്നുണ്ട്. UAE-യുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആൽ മക്തൂമിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ദുബായ് അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരം അതിൻ്റെ ഭാഗമാണ്. ഖുർആൻ വ്യക്തി സംസ്കരണത്തിലും സ്വഭാവ രൂപീകരണത്തിലും ചെലുത്തുന്ന സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സൂറത്ത് യൂസുഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഈ കഥകളിൽ ചിന്തിക്കുന്നവർക്കു തീർച്ചയായും ഗുണപാഠമുണ്ട്. ഇവയൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വർത്തമാനമല്ല, മറിച്ച് മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിയുള്ള വൃത്താന്തങ്ങളാണ്. എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവുമാണ്. അതേസമയം വിശ്വസിക്കുന്ന ജനങ്ങൾക്കുള്ള വഴികാട്ടിയും മഹത്തായ അനുഗ്രഹവുമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.